കോട്ടപ്പടി വാവേലിയിൽ സ്കൂട്ടർ യാത്രക്കാർക്കു നേരെ കാട്ടാനകളുടെ ആക്രമണമുണ്ടായി. ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരാളെ ആന തുമ്പിക്കൈകൊണ്ട് അടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. പരിക്കുകളോടെ രക്ഷപ്പെട്ട രണ്ടുപേരും കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. വേട്ടാമ്പാറ വാവേലി റോഡിലാണ് സ്കൂട്ടർ യാത്രക്കാർക്കു നേരെ കാട്ടാനകളുടെ ആക്രമണമുണ്ടായത്. വേട്ടാമ്പാറ പിച്ചപ്ര കല്ലുമുറിക്കൽ ഗോപി, ഭാര്യയുടെ സഹോദരൻ പട്ടംമാറുകുടി അയ്യപ്പൻകുട്ടി എന്നിവരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. രാവിലെ 6:30യോടെ പണിക്കായി പോവുകയായിരുന്നു ഇരുവരും. ഗോപിയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ആനക്കൂട്ടത്തിന്റെ മുമ്പിൽപ്പെട്ടതോടെ പൊടുന്നനെ സ്കൂട്ടർ നിർത്തുകയും ഇവർ മറിഞ്ഞു വീഴുകയും ചെയ്തു. ആനക്കൂട്ടം സ്കൂട്ടറിനടുത്തേക്ക് നീങ്ങിയതോടെ എഴുന്നേറ്റ് ഓടുമ്പോഴാണ് ഗോപിയുടെ പിന്നിൽ ഒരു ആനയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റത്. താൻ തെറിച്ചു വീണെന്ന് ഗോപി പറഞ്ഞു. ആനകൾ കൂടുതൽ ആക്രമിക്കാൻ ശ്രമിക്കാതിരുന്നതിനാലാണ് ഗോപിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആന ഈ തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി അന്ന് കയറും റോഡ് ആനയായിട്ട് കൂട്ടിമുട്ടി. വണ്ടി പിന്നെ തിരിക്കാതെ പറ്റില്ല. വണ്ടി ഇട്ട് ആന എന്ന് പറയാൻ ആന ഇവിടെ ഓടിയങ്ങ് വണ്ടി വണ്ടി ഇട്ടിട്ട് ചാടി ഇറങ്ങാൻ നിൽക്കും. വണ്ടിയിൽ നിന്ന് വന്ന് എനിക്ക് വഴി തന്നെ ഓടിച്ച് തട്ടി. അപ്പം ബാക്കിയുള്ള ആന മൊത്തം വന്നു. 4 ദിക്കിൽ കാരണം വന്നു വണ്ടിക്ക് ചുറ്റം വന്ന് നിൽക്കുക. വന്നു കൂടെ ഉണ്ടായിരുന്നവൻ അവിടെ ഓടുന്നറിയാൻ പറ്റും. ഇവിടെ നടുക്കായി പിന്നെ റോഡിന് മുമ്പോട്ട് പോകുമ്പോഴുള്ള ഒന്നുമില്ല. ആനയുണ്ടാവും. അത് പിന്നെ തെറിച്ച് വീണിട്ട് പിന്നെ കഴിയടക്കി കവുന്ന നുറവിളിച്ചപ്പോൾ എല്ലാ ആനകളും കൂടി നുറവിളിച്ച് ഓടിയല്ലേ ഒരു കുഞ്ഞുള്ള കാരണം മറ്റേ ആന കവുന്ന ചാവണമെങ്കിൽ ചാവട്ടെന്ന് ഈ കവുന്ന അടുക്കിട്ടുണ്ടാകും. വന്ന വണ്ടി അടുത്ത് വന്ന് നിന്നു. അങ്ങനെ തിരിഞ്ഞപ്പോൾ ആന കയറി പോവുക. പരിക്കേറ്റ ഗോപിയെയും അയ്യപ്പൻകുട്ടിയെയും ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വെറ്റിലപ്പാറ ഭാഗത്ത് രാത്രി മുഴുവൻ ഭീതി വിതച്ച കാട്ടാനക്കൂട്ടമാണ് വാവേലിയിൽ ആക്രമണം നടത്തിയത്. നേരം പുലർന്ന ശേഷം തിരികെ പ്ലാന്റേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു ആനക്കൂട്ടം. ഈ പ്രദേശത്ത് നിരന്തരം ആനകൾ ഇറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെൻസിങ്ങിനെ സംബന്ധിച്ചാണ് ഏറ്റവും മോശം അവസ്ഥയുള്ളത്. അവിടുന്ന് എനിച്ചാലിയിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഫെൻസിങ് തുടങ്ങി. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തു പോകുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ഫെൻസിങ് ഇട്ട് അത് ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ചാർജ് ചെയ്തിട്ട് കാര്യമില്ല. ആന ഫെൻസിങ് തള്ളിക്കൊണ്ട് പോകുന്നു. ആ ഫെൻസിങ്ങിൻ്റെ അടുത്തേക്ക് മരങ്ങൾ മുറിച്ച് മാറ്റാതെ ഒരു കാരണവശാലും ഈ ഫെൻസിങ് ശാശ്വതമാവില്ല. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാനുള്ള അടിയന്തര നടപടി എംഎൽഎയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഈ ഫെൻസിങ്ങിന് ചുറ്റും മരങ്ങൾ മുറിച്ച് മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ ഭാഗത്തുള്ള കാടുകൾ വെട്ടി ജനങ്ങൾക്ക് ഇത് കടന്നു പോകാത്ത രീതിയിൽ സഞ്ചാരമാക്കണമെന്ന് ആണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷനും മറ്റുള്ള ജനപ്രതിനിധികളും എല്ലാം കൂടി ആലോചിച്ചിട്ട് ഫോറസ്റ്റിൻ്റെ മുമ്പിലേക്ക് മാറാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. ഇരുവർക്കും അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.